അമേരിക്കയിൽ ട്രംപ് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് US ജനത. ട്രംപിന്റെ നയങ്ങൾ ലോകവ്യാപകമായി വിമർശിക്കപ്പെടുമ്പോഴാണ് അമേരിക്കൻ ജനതയും ട്രംപിനെതിരെ തെരുവിലിറങ്ങുന്നത്. ട്രംപിന്റെ വിവിധ നയങ്ങൾക്കെതിരെ മുദ്രാവാക്യങ്ങളുമായി ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത്. നാടുകടത്തൽ, ഗാസയ്ക്കെതിരായ യുദ്ധത്തിൽ ഇസ്രയേലിനെ പിന്തുണയ്ക്കൽ, പ്രധാനപ്പെട്ട വകുപ്പുകളുടെ അടച്ചുപൂട്ടൽ, ജീവനക്കാരെ പുറത്താക്കൽ, LGBTQ-വിനെതിരായ നിയമങ്ങൾ എന്നിവയിൽ പ്രതിഷേധിച്ചാണ് US ജനത തെരുവിലിറങ്ങിയത്. 50 പ്രതിഷേധങ്ങൾ, 50 സംസ്ഥാനങ്ങൾ, ഒരു മുന്നേറ്റം എന്ന അർത്ഥത്തിലാണ് 50-501 എന്ന പേരിലാണ് പ്രതിഷേധം അരങ്ങേറുന്നത്. വാഷിംഗ്ടൺ, ന്യൂയോർക്ക്, സാൻ ഫ്രാൻസിസ്കോ, ബോസ്റ്റൺ തുടങ്ങി US-ലെ പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ പ്രതിഷേധം അരങ്ങേറിയിട്ടുണ്ട്. മിഡ് ടൗൺ മാൻഹട്ടനിലൂടെയും വൈറ്റ് ഹൗസിന് മുന്നിലൂടെയും പ്രതിഷേധക്കാർ മാർച്ച് നടത്തി. ട്രംപിന്റെ ഉപദേഷ്ടാവ് ഇലോൺ മസ്കിനെതിരെ ടെസ്ല കാർ ഡീലർഷിപ്പുകൾക്ക് പുറത്തും പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ന്യൂയോർക്കിലെ പ്രതിഷേധക്കാർ പ്രശസ്തമായ സെൻട്രൽ പാർക്കിലേക്കും ട്രംപ് ടവറിലേക്കും മാർച്ച് നടത്തി. അമേരിക്കയിൽ രാജാക്കന്മാരില്ല, സ്വേച്ഛാധിപത്യത്തെ ചെറുക്കുക, കുടിയേറ്റക്കാർക്ക് സ്വാഗതം എന്നീ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളും ഏന്തിയാണ് പ്രതിഷേധം അരങ്ങേറുന്നത്. തൊഴിലാളികൾക്ക് കൂടുതൽ അധികാരം, രാജാധികാരം വേണ്ട എന്നീ മുദ്രാവാക്യങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട്. സാൻ ഫ്രാൻസിസ്കോയിൽ ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്ന് എഴുതിയ വലിയ മണൽ ചിത്രമാണ് ഉയർന്നത്. US-ന്റെ ദേശീയ പതാക തല തിരിച്ചു പിടിച്ചും പ്രതിഷേധമുണ്ടായി. നാസി ഭരണകാലത്ത് ജർമ്മനിയിൽ നടന്നതാണ് US-ൽ ഇപ്പോൾ നടക്കുന്നതെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ട്രംപ് ഭരണകൂടം സർവകലാശാലകളിലും മറ്റുമുള്ള പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്ന രീതി തുടരുന്നതിനിടെയാണ് US ജനത തെരുവിലിറങ്ങിയത്. ട്രംപ് ഭരണത്തിനെതിരെ ഏപ്രിൽ ആദ്യവും വലിയ പ്രതിഷേധം നടന്നിരുന്നു. ഹാൻഡ്സ്-ഓഫ് പ്രതിഷേധത്തിലും 10,000-ങ്ങളായിരുന്നു പങ്കെടുത്തത്. അതേസമയം ട്രംപിന്റെ രണ്ടാം വരവിൽ ആദ്യപാദ അഭിപ്രായ വോട്ടെടുപ്പിൽ അദ്ദേഹത്തിന്റെ സ്വീകാര്യതയ്ക്ക് കോട്ടം തട്ടിയിട്ടില്ലെന്നാണ് സൂചിപ്പിക്കുന്നത്. ഗാലപ്പിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വോട്ടെടുപ്പിൽ ട്രംപിന്റെ ആദ്യപാദത്തെ പ്രകടനം 45% വോട്ടർമാർ അംഗീകരിക്കുമെന്നാണ് കണക്ക്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഇതേ കാലയളവിൽ 41%-ത്തേക്കാൾ കൂടുതലാണിത്. എന്നാൽ 1952 മുതൽ 2020 വരെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പ്രസിഡന്റുമാരുടെയും ആദ്യപാദത്തിലെ ശരാശരി റേറ്റിംഗിനേക്കാൾ 60% കുറവാണിത്. രണ്ടാം ഡൊണാൾഡ് ട്രംപ് സർക്കാർ വിസ റദ്ദാക്കിയ 327 വിദേശ വിദ്യാർത്ഥികളിൽ പാതി പേരും ഇന്ത്യക്കാരാണെന്നാണ് റിപ്പോർട്ട്. US-ലെ കുടിയേറ്റക്കാർക്കുള്ള അഭിഭാഷക സംഘടനയായ അമേരിക്കൻ ഇമിഗ്രേഷൻ ലോയേഴ്സ് അസോസിയേഷന്റേതാണ് ഈ വെളിപ്പെടുത്തൽ. സ്റ്റുഡന്റ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ ഇൻഫർമേഷൻ സംവിധാനത്തിൽ വിദ്യാർത്ഥി വിസ പദവി റദ്ദാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ ഒരു കണക്ക്. 14% പേർ ചൈനയിൽ നിന്നുള്ളവരാണ്. ബാക്കിയുള്ള വിദ്യാർത്ഥികൾ ദക്ഷിണ കൊറിയ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും.